നമസ്കാരം. എന്റെ പേര് രമ്യ രതീഷ് എന്നാണ് സാർ പരിചയപ്പെടുത്തി. സത്യത്തിൽ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇരിക്കുന്നുണ്ടെന്നാണെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ ഡോക്ടർ രാജൻ സാറ്. സാർ ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി പറയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിന്റെ പ്രാധാന്യം സാറ് നമ്മളോട് ഷെയർ ചെയ്തു. അപ്പൊ എന്റെ ലൈഫില് ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ആ ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്ന ഒരു സ്വാധീനം അത് നിസ്സാരമല്ല. ഇന്ന് പുതിയ ആളുകൾ ഉണ്ടാവും. ഞാൻ ഒരു ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. 2013 എനിക്ക് എന്റെ ഫാദർ എമറാൾഡ് MK ബാബു സാറാണ് ഒരു ഐഡിയ എടുത്തു തന്നത്. ഞാൻ ഈ ഒരു അവസരത്തിൽ അച്ഛനെ സ്മരിക്കുകയാണ്. കാരണം ഈ ഒരു ഐഡിയ എന്റെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ പാഷൻ ടീച്ചിങ്ങിൽ തന്നെ ഞാൻ തുടർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ എന്റെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് മാറാനായിട്ട് എനിക്ക് ഉപകാരപ്പെട്ടത് RCMന്റെ ഓരോ ഉൽപ്പന്നങ്ങളാണ്. എസ്പെഷ്യലി നമ്മുടെ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിലും അതുപോലെ തന്നെ ന്യൂട്രിചാർജ് വുമണും. ഇത് രണ്ടും കഴിച്ച് എന്റെ ഹൈപ്പോ തൈറോയിഡ് അതുപോലെ തന്നെ PCOD പോലുള്ള പ്രോബ്ലംസിന് വ്യത്യാസങ്ങൾ വന്നു. കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞ സാഹചര്യത്തിൽ നിന്നും എനിക്ക് 2 കുട്ടികൾ ഉണ്ടാവാനായിട്ട് എന്നെ സഹായിച്ചതും ഈ 2 ഉൽപ്പന്നങ്ങളാണ്. അതിനെനിക്ക് മാർഗനിർദ്ദേശം തന്നത് ഡോക്ടർ രാജൻ സാറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ഈശ്വരന് തുല്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ രാജൻ സാറ്. ഏത് വേദികളിലാണെങ്കിലും ഞാനിത് പറയാൻ ഒരിക്കലും മടിക്കാറില്ല. കാരണം നമ്മളുടെ ലൈഫിൽ ശരിക്കും എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാലും കുട്ടികള് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എത്ര മനസ്സിൽ നമുക്ക് തോന്നുന്ന ആ ഒരു ഫീൽ എന്താണെന്നുള്ളത് ആർക്കും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന കുത്തുവാക്കുകൾ, പല ആളുകളുടെയും ചില പ്രവൃത്തികളൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകൾ അതിന്റെ ആഴം വലുതാ. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന് പറയണ പോലെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്നെ കൈപിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട ലീഡറാണ് ഡോക്ടർ രാജൻ സാറ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല സാറിനെ. ഏത് വേദികളിലാണെങ്കിലും ഞാനിത് ഷെയർ ചെയ്യണത് അതുകൊണ്ട് തന്നെയാണ്. ഇനി ഇവിടെ ഇന്ന് പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നാണെങ്കിൽ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് 2014 തുടങ്ങി സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ലോകത്ത് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് തീർത്ത് പറയാനായിട്ട് സാധിക്കും. എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായേനെ. അപ്പൊ ഇത്രയും ചുറുചുറുക്കായിട്ട് ഇത്രയും എന്താ പറയാ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് പോവാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എന്റെ ന്യൂട്രിചാർജിന്റെ സപ്ലിമെന്റ്സ് ആണ്. അപ്പോ ഈ RCMന്റെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനും, എസ്പെഷ്യലി ഞാൻ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഗോപകുമാർ സാറിനെ ഞാൻ ഓർക്കാണ്, മൂർത്തി സാറിനെ ഓർക്കാണ്. TC സാറിന്റെ കാലിൽ തൊട്ട് അനുവാദം വാങ്ങിച്ചിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരികയാണ്. അപ്പോൾ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പൊ 3-4 ദിവസങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞാലും വീണ്ടും 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 നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. കാരണം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നും എന്താ പറയാ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. ഞാൻ എന്തായാലും എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ബൈ പ്രൊഫഷൻ ഞാനൊരു ലെക്ചറർ ആയിരുന്നു. പക്ഷെ ആ ജോലിയൊക്കെ കളഞ്ഞ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ശരിക്കും എന്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത് RCM ആണ്. അതിൽ തന്നെ എടുത്തു പറയണം എന്താ പറയാ ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സും അതുപോലെ റൈസ് ബ്രാൻ ഓയിലും ആണ് എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അപ്പോ ബോഡി എന്ന് പറയുന്നത് വലിയൊരു അസറ്റാണ് അല്ലെ, വലിയൊരു അസറ്റാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ ശരീരം നമ്മൾ എത്ര കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നിധികളാണ്. അത് എന്തൊക്കെ വന്നാലും ശരിക്കും കുട്ടികളുടെ ആ ഒരു ജന്മം, ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് തുടങ്ങി ഭയങ്കര മിറാക്കിൾസാ സംഭവിക്കണേ. എന്തൊക്കെയാ നടക്കുക എന്നുള്ളത് നമുക്ക് തന്നെ പലപ്പോഴും സയൻസിന് പോലും തെളിയിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഒത്തിരി ടീച്ചേഴ്സിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരു തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജന്മം എടുത്ത് ആ കുഞ്ഞിന് അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന സമയം മുഴുവനും ആ കുഞ്ഞിന്റെ ബ്ലഡ് എന്ന് പറയുന്നത് അമ്മയുടെ ബ്ലഡാ. പക്ഷെ അത് പുറത്തേക്ക് വരുന്ന ആ ഒരു നിമിഷത്തിലാണ് അതിന്റെ ബ്ലഡ് ചേഞ്ച് ചെയ്യണത്, ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യണത്. ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്? ഇതൊക്കെ വലിയൊരു പ്രതിഭാസമാണ്. അപ്പോൾ എന്താ പറയാ നമ്മുടെ ലൈഫിൽ ഇന്നും സയൻസിന് തെളിയിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സെലക്ട് ചെയ്തത്
നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്തിട്ടല്ല നമ്മളുടെ കുട്ടികൾ നമ്മളുടെ കയ്യിലേക്ക് വന്നത്. അവര് നമ്മളെ സെലക്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പോ അവര് നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? നമ്മളുടെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്ന ഒരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം 7 ന്യൂട്രിയൻസ് വളരെ പ്രാധാന്യം ഉള്ളൊരു നമ്മുടെ ലൈഫിൽ വളരെ പ്രാധാന്യമുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്ന ആളുകൾക്കായാലും 7 ന്യൂട്രിയൻസ് നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചതാണ്. നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് വേണ്ടുന്ന 7 ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, അതുപോലെ തന്നെ വാട്ടർ വേണം, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ് ആൻഡ് ഫൈബർ. ഇത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊരു വ്യക്തിയോട് നമ്മൾ പറയുമ്പോഴും ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. 7 ന്യൂട്രിയൻസിൽ ഇത് നമ്മൾ ഏറ്റവും അധികം കൂടുതൽ കഴിക്കുന്ന 3 സാധനങ്ങളാണ് എന്ത്? നമ്മുടെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും അതുപോലെ തന്നെ വെള്ളവും. പക്ഷെ വെള്ളം കുടിക്കുന്നതിന്റെ അളവൊക്കെ വളരെ കുറവാണ്. എങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾക്ക് ഒട്ടും കിട്ടാത്ത കാര്യങ്ങളാണ് എന്ത്? PVMF, അതായത് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ. ഇത് കുറഞ്ഞു പോയാൽ നമ്മുടെ ശരീരം പല രീതിയിലായിരിക്കും ഇൻഡിക്കേഷൻസ് തരിക. അത് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസി വരുമ്പോൾ എന്തെങ്കിലും വയ്യായികളായിട്ടായിരിക്കും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ബേസിക്കലി ഇത് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും ചപ്പാത്തി കഴിക്കണമെങ്കിലും നമ്മുടെ സംസ്കാരം ഇപ്പൊ അതായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിലും നോക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീന്റെയും വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഫൈബറിന്റെയും അളവ് വളരെ തുച്ഛമാണ്. വളരെ കുറവ് ക്വാണ്ടിറ്റി പ്രോട്ടീനാണ് നമ്മൾക്ക് തന്നെ കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ള ആലോചിക്കുക. നിധികളായിട്ടുള്ള നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജങ്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അത് അവര് വാശി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാവും. എന്തൊക്കെ നമുക്കറിയാം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറിന് കേടാണ്, അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും എന്നൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മള് ജങ്ക് ഫുഡ്സ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ അങ്ങനെ ആയി പോകുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ശരീരത്തിലേക്ക് കിട്ടുന്ന ന്യൂട്രിയൻസിന്റെ അളവ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ നമ്മൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇനി 81% ഇന്ത്യൻ മദേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികള് സെലക്റ്റീവ് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ വന്ന് നോക്കിയിട്ട് ഒന്ന് സ്മെല് ചെയ്ത് നോക്കും ചില സാധനങ്ങളൊക്കെ. ചിലപ്പോ ഈ ചീരയൊക്കെയാണ് വെക്കണെന്നാണെങ്കിൽ വന്ന് മണത്ത് നോക്കിയിട്ട് അവനൊന്ന് ഓക്കാനിക്കുന്ന പോലെ കാണിച്ചിട്ട് അവൻ ഓടിക്കളയും. അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ നല്ല സാധനമാണെന്ന് പറഞ്ഞു കൊടുത്താലും അവർക്ക് അതിനോടുള്ള താല്പര്യം കുറവാണ്. അവർക്ക് എപ്പോഴും ജങ്ക് ഫുഡ്സിനോടാണ് ഇഷ്ടം, ഈ ചോക്ലേറ്റ്സിനോടാണ് ഇഷ്ടം, ഐസ്ക്രീംസിനോടാണ് ഇഷ്ടം. അപ്പൊ നോക്കുക, നമ്മളുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആകുമ്പോൾ ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഭയങ്കരമായിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ എന്താ പറയാ എനർജി ലെവൽസ് ഡൗൺ ആയി പോകുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. എല്ലാ പാരന്റ്സും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. പൊതുവെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ തന്നെ വളരെ കുറച്ച്. ശരിക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്ന കുട്ടികൾ, എനിക്കറിയാം, ഞാനൊരു ടീച്ചർ ആയിരുന്നത് കൊണ്ട് ഫസ്റ്റ് പീരീഡ് തന്നെ ക്ലാസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് കുട്ടികൾ കോട്ടുവായിടുന്നത് കണ്ടുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് പലപ്പോഴും കയറി വരാറ്. കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഇവരുടെ എനർജി ലെവൽ അത്ര ഡൗൺ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടികളുടെ ശരിക്കും ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യലാണ്. രാത്രി ഒരു 8 മണിക്കൂർ നമ്മൾ ഉറങ്ങി നമ്മളുടെ ബ്രെയിൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് നമ്മൾ അത്ര നേരം വിശന്നിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ബ്രേക്കിനെ എന്ത് ചെയ്യാം, ആ ഫാസ്റ്റിങ്ങിനെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും നമ്മൾ രാവിലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ അതാത് ദിവസങ്ങളിലേക്ക് വേണ്ടുന്ന എനർജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു കപ്പാസിറ്റി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ബ്രെയിൻ ഇപ്പൊ നോക്കുക, രാവിലത്തെ ബ്രെയിൻ ഫുഡാണ് ശരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആ ഒരു പെർഫോമൻസ്, നമ്മളുടെ ആ ഒരു എന്താ പറയാ ഹെൽത്തി ബോഡിയിൽ മാത്രമേ നമുക്ക് നല്ല ചിന്താഗതി വരുള്ളൂ. നല്ല പോലെ നമ്മൾ ചിന്തിക്കണം എന്നാണെങ്കിൽ, നല്ല ചിന്തകൾ വരണം എന്നാണെങ്കിൽ ആരോഗ്യം വേണം. നമുക്ക് ആരോഗ്യമുള്ളൊരു മനസ്സ് വേണം. അപ്പൊ നല്ല ആരോഗ്യം ഇല്ല എന്നാണെങ്കിൽ ആരോഗ്യമുള്ള ചിന്തകൾ നമുക്ക് വരില്ല. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാറുണ്ട്, ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ പറയും അവന് വാശിയാ. പക്ഷെ സത്യത്തിൽ ഇതൊന്നുമല്ല. ഒരു കുഞ്ഞിന്റെ പൂർണ്ണമായിട്ടുള്ള വളർച്ചയിലേക്ക് നമ്മൾ അവരെ എത്തിക്കണം എന്നാണെങ്കിൽ
അതിന് നമ്മൾ ന്യൂട്രിയൻസ് പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഈ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ശരീരത്തിലേക്ക് കിട്ടാത്തത് കൊണ്ട് നമുക്കറിയാം ഇവർ ഫിസിക്കലി അവർ ഫിറ്റ് ആയിരിക്കില്ല, എപ്പോഴും ടയർഡ്നെസ് ആയിരിക്കും, ഒന്ന് ഓടാനും കൂടി ആ കുട്ടികൾക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് സ്പോർട്സിൽ അതുപോലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ എന്താ പറയാ, പഠിക്കാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഇവർക്ക് വരാറുണ്ട്. അപ്പോ ഇതിനൊക്കെ റീസൺ എന്താണ്? ഇവരുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് കിട്ടാത്തത് കൊണ്ടാണ്. ഇനി ന്യൂട്രിയൻസ് എത്തിയില്ലെങ്കിൽ അടുത്തൊരു പ്രശ്നമാണ് കുഞ്ഞുങ്ങൾക്ക് ഹൈറ്റ് വെക്കില്ല. ചില കുട്ടികളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് ഉണ്ടാവും, പക്ഷെ ചില കുട്ടികൾക്ക് ന്യൂട്രീഷ്യൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അവർക്ക് ഹൈറ്റ് വെക്കാത്തത്. അതുപോലെ തന്നെ അവര് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വളർച്ച ഉണ്ടാവില്ല. അത് വിചാരിക്കുന്ന തരത്തിൽ നമ്മൾ കരുതും അവര് വണ്ണം വെക്കും അല്ലെങ്കിൽ പൊക്കം വെക്കും. വണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അവർ ഹൈറ്റ് കൂടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാലും കൂടാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ബ്രെയിനിന് വേണ്ടിയിട്ടുള്ള DHA കിട്ടാതെ വരുമ്പോൾ അതും ഒരുപാട് ഇഷ്യൂസിലേക്ക് വരുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് വേൾഡാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കണം എന്നാണെങ്കിൽ തന്നെ അവർക്ക് വേണ്ടുന്ന ആ ഒരു ഫിസിക്കലും മെന്റലുമായിട്ടുള്ള എബിലിറ്റി നമ്മൾ കൂട്ടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തു കൊടുക്കുക, പക്ഷെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. ഇനി നോക്കൂ, ലോകത്തെ പല സംഘടനകളും നടത്തുന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നോക്കുക, നാഷണൽ ന്യൂട്രീഷൻ മോണിറ്ററിംഗ് ബ്യൂറോ ഓഫ് ഇന്ത്യ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന കുട്ടികൾ, അവരെ കാണുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് തോന്നുന്നതാണെങ്കിലും 50% കുട്ടികളും 50% മേലെ കുട്ടികളും വൈറ്റമിൻ എയും വൈറ്റമിൻ B2 അതുപോലെ വൈറ്റമിൻ B6 ഫോളേറ്റും വൈറ്റമിൻ സിയും ഒക്കെ കുറവുള്ള കുട്ടികളാണ്. ഇത് ഡെഫിഷ്യന്റ് ആണ്, നമ്മളത് അറിയുന്നില്ല. ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രതിരോധ ശക്തി കുറയും, കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും, അവരുടെ എന്താ പറയാ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളെ പല രീതിയിൽ ബാധിക്കും. നമ്മളിത് അറിയാറില്ല. നമ്മൾ ഓടിപ്പോയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലും, എന്താ റീസൺസ് എന്ന് അറിയാതെ. കാണുമ്പോൾ ഫിസിക്കലി ദേ ആർ ഫിറ്റ്, അവരെ കാണുമ്പോൾ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയിട്ടാണെന്നാണ് തോന്നുക, പക്ഷെ ആക്ച്വലി അവരതല്ല എന്ന് പഠനങ്ങൾ നടത്തിയിരിക്കുന്നതാണ്. ഇനി നോക്കിയേ, യുണൈറ്റഡ് നേഷൻസ് സബ് കമ്മിറ്റി ഓഫ് ന്യൂട്രീഷൻ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് പ്രകാരം RDA പറയുന്നത് പ്രകാരം 100% പോഷകങ്ങൾ ഒരു കുട്ടിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? മൈക്രോ ന്യൂട്രിയൻസ് അവരുടെ ഡയറ്ററി സോഴ്സ് ഒന്നും മാത്രമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഈ പോഷകങ്ങൾ ഒരുപാട് അഭാവം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കുട്ടിക്കും എന്ത് കിട്ടുന്നില്ല? അവരുടെ ഭക്ഷണത്തിൽ നിന്ന് 100% അവന്റെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അവളുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന പോഷകങ്ങൾ കിട്ടുന്നില്ല. നോക്കുക, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർഭാടമായിട്ട് എന്താ പറയാ, നല്ല ഫീസ് കൊടുത്ത് നല്ല സ്കൂളിൽ പഠിപ്പിക്കും, നല്ല ഡ്രസ്സുകൾ മേടിച്ചു കൊടുക്കും, നല്ല ടോയ്സ് മേടിച്ചു കൊടുക്കും, പക്ഷെ അവർക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്താണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വാട്ട് വി ആർ ഗിവിങ്? എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? ഈ ഒരു കാര്യം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാത്രം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, എന്താണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഈ കുട്ടികള് ഇവരുടെ ഡെവലപ്മെന്റ് എപ്പോഴാ സംഭവിക്കാം? ആദ്യത്തെ 5 വർഷം വളരെ ക്രൂഷ്യലാണ്. നമ്മളൊരു കുഞ്ഞ് ഒരു 15ഉം 20ഉം വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു 10 വയസ്സ് കഴിയുമ്പോൾ ഈ കുട്ടികൾ പഠിക്കുന്നില്ല, അവർ പഠനത്തിൽ നിന്ന് പുറകോട്ട് വരുമ്പോൾ നമ്മൾ അവരെ ചിലപ്പോൾ തല്ലും, ചിലപ്പോൾ വഴക്ക് പറയും, ചിലപ്പോൾ പറയും നിനക്ക് ഞാൻ പറയണതെല്ലാം വാങ്ങിച്ചു തരണില്ലേ, എന്നിട്ട് എന്തുകൊണ്ടാ നീ പഠിക്കാത്തതെന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ ആക്ച്വലി പ്രശ്നം ഇരുന്നത് നമ്മളുടെ കയ്യിലാണെന്നുള്ളത് നമ്മൾ ആലോചിക്കാറില്ല. 90% കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത് 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. ആ സമയത്ത് നമ്മൾ DHA പോലുള്ള ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ള സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് നമുക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവരുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യണം എന്നാണെങ്കിൽ വി ഹാവ് ടു ഡു സംതിങ് എക്സ്ട്രാ. നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ എല്ലാം നോക്കൂ, ഓരോ ഡെവലപ്മെന്റിലും ഓരോ സ്റ്റെപ്പ്, ഓരോ ഇയേഴ്സ് അവർ കയറും തോറും അവരുടെ
ലൈഫ് സ്റ്റൈലില് വരുത്തുന്ന മാറ്റങ്ങൾ ശരിക്കും അവരുടെ ബ്രെയിനിനെ കൂടി ഒരുപാട് ബാധിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ, നമ്മളുടെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാറില്ല പലപ്പോഴും, എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക എന്നുള്ളത്. ഇനി നോക്കുക, ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം കുട്ടികളുടെ ഡെവലപ്മെന്റിന് വളരെ ക്രൂഷ്യലാണ്. പക്ഷെ അത് എത്ര ക്വാണ്ടിറ്റി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്? 90% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത് 5 വയസ്സ് വരെയുള്ള സമയത്ത്. ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇന്ന് കാണുന്ന മെഡിക്കൽ സിസ്റ്റമോ നമ്മളുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം പോലും ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഷേഴ്സ് എടുക്കാറില്ല. അതുകൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും പല കാര്യങ്ങളിലും ഡെഫിഷ്യന്റ് ആവുന്നത്. നോക്കൂ, 13 to 34, അതായത് 13 തുടങ്ങി 34 ഗ്രാം പ്രോട്ടീൻ നമ്മൾക്ക് ഒരു കുഞ്ഞിന് വേണം. ഓരോ 13 എന്താ പറയാ ദിവസത്തിന്റെയും ആ ഒരു 13 ഗ്രാം പ്രോട്ടീൻ നമ്മൾക്ക് വേണം. അപ്പോ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു പ്രോപ്പർ ഡയറ്റ്, ഒരു നോർമൽ ഡയറ്റിൽ കൂടെ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങള് അവര് വളരണം എന്നാണെങ്കിൽ, അവരുടെ ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യണം എന്നാണെങ്കിൽ, അവരുടെ ബോഡി ഫങ്ഷൻസ് കറക്റ്റ് ആവണം എന്നാണെങ്കിൽ, അതുപോലെ അവരുടെ മസിൽ ഡെവലപ്പ് ചെയ്യണമെന്നാണെങ്കിൽ, അവർക്ക് ഹൈറ്റ് വെക്കണം എന്നാണെങ്കിൽ, അവരുടെ കണ്ണിന് പവർ കൂടണം എന്നാണെങ്കിൽ, അവർക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് കൃത്യമായിട്ട് കൊടുക്കണം. പ്രോട്ടീന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഒരു പ്രോട്ടീൻ ഇല്ലാത്ത കുട്ടിക്ക് ഒരിക്കലും ക്ലാസ്സിൽ കൊണ്ടിരുത്തി അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല, കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, അവർക്ക് എന്നും അസുഖമായിരിക്കും. അപ്പോ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് കൊടുക്കണം. ഈ ഒരു സ്ലൈഡ് എല്ലാവരും ശ്രദ്ധിച്ചു വെച്ചോ. പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ഒരു കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളതാ. അതായത് അവരുടെ ഗട്ട്, വയറ് ശരിയല്ല എന്നാണെങ്കിൽ, നമുക്കറിയാം പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തില് നമ്മൾക്ക് കാണാൻ പറ്റാത്ത, എന്നാൽ ശരീരത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ബാക്ടീരിയാസിനെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയാ. നമ്മുടെ ശരീരത്തിൽ അത് ഒരുപാടുണ്ട്. പ്രീബയോട്ടിക്സ്, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഭക്ഷണമാണ് പ്രീബയോട്ടിക്സ്. അപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് സപ്ലിമെന്റ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്താലും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് അതായത് പ്രീബയോട്ടിക്സ് ഉള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നതെന്നാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. ആപ്പിളൊക്കെ ശരിക്കും നല്ലപോലെ ഈ ഒരു പ്രീബയോട്ടിക്സ് ആണ്. ആപ്പിള്, അതുപോലെ തന്നെ ആൽമണ്ട്സ് ഒക്കെ നമ്മൾ കൊടുക്കും. പക്ഷെ ആരാ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഡെയിലി കുട്ടികൾക്ക്? ഇന്ന് ഏറ്റവും കൂടുതൽ കെമിക്കൽ അടിച്ചാണ് ഫ്രൂട്ട്സ് ഒക്കെ വരുന്നത്. നമ്മൾ എങ്ങനെ വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും? ഈ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ആസിഡോഫിലസും അതുപോലെ ബിഫിഡിയം, ഇതൊക്കെ ശരിക്കും നമ്മളുടെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ആയിട്ടുള്ള ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുമാണ്. ഈ ആസിഡോഫിലസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കറിയാം ലാക്ടോബാസിലസ് ബാക്ടീരിയാസ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണതാണ്. നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള ഫങ്ഷൻസ്, നമ്മളുടെ ഉദര സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് ശരിക്കും ഈ ആസിഡോഫിലസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ്സ് വേണം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ. അതുപോലെ പ്രീബയോട്ടിക് ആയിട്ടുള്ള നമ്മളുടെ ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ മൈക്രോ ഓർഗാനിസംസിനെയും അത് സപ്പോർട്ട് ചെയ്യുന്ന, ഇതിനൊക്കെ ഈ നല്ല ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ വളരുകയാണെങ്കിൽ ഈ എന്താ പറയാ ആവശ്യമില്ലാത്ത ഒരു ഗ്രോത്ത് നമ്മളുടെ ശരീരത്തിൽ വരില്ല. അതുപോലെ തന്നെ ഒരു മൈക്രോ ഓർഗാനിസവും നമ്മുടെ ശരീരത്തിൽ വളരില്ല നമ്മുടെ ഉള്ളില്. അതുപോലെ മിനറലിന്റെ അബ്സോർപ്ഷനും കറക്റ്റ് ആയിട്ട് തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി ഇതില് പ്രോബയോട്ടിക്സിനും പ്രീബയോട്ടിക്സിനും അതുകൊണ്ട് തന്നെ വലിയൊരു സ്ഥാനം നമ്മളുടെ ലൈഫിലുണ്ട്, കുട്ടികളുടെ ലൈഫിലുണ്ട്. ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ ഒരു അവസരത്തിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേറൊന്നുമല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പറ്റം ജോലികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ നമുക്ക് കേൾക്കുമ്പോൾ ചിരി തോന്നും, അല്ലെങ്കിൽ നീചമായിട്ട് തോന്നിയാലും അങ്ങനെ ഒരു കാര്യമുണ്ട്. വേറൊന്നുമല്ല, നമ്മളുടെ വിസർജ്യത്തിൽ നിന്നും ക്യാപ്സ്യൂളുകൾ ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. മനുഷ്യ വിസർജ്യത്തിന് ഏറ്റവും കൂടുതൽ പൈസ, കോടിക്കണക്കിന് രൂപയാണ് ഒരു വിദേശ കമ്പനി മനുഷ്യ വിസർജ്യത്തിന് കൊടുക്കണം എന്നും പറഞ്ഞ് നമ്മളുടെ എല്ലാവരുടെയും കൊടുക്കാമെന്ന് നമ്മൾ വിചാരിക്കണ്ട. ഇതിനു വേണ്ടിയിട്ട്, അതായത് പ്രോപ്പർ ആയിട്ട് ഗട്ട് ഹെൽത്ത് നോക്കുന്ന, വയറിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുടെ മോഷൻ, അതായത് നമുക്ക് അറിയാം അവരുടെ വിസർജ്യത്തില് വളരുന്ന ബാക്ടീരിയാസ് പലപ്പോഴും അവരതിനെ ചെക്ക് ചെയ്യും.
ഇതിനെ വെറുതെ ഒന്നും കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇതിനെ കൊണ്ടുപോയി നമ്മൾ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്ത് അവരതിനകത്ത് നല്ല ബാക്ടീരിയാസിന്റെ അളവ് ഒരുപാടുണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ചോദിക്കുന്ന പൈസ അവർ നമുക്ക് തരും. അതിന് നമ്മളുടെ വയറ് നല്ലതായിരിക്കണം, ഡൈജഷൻ പ്രോപ്പർ ആയിരിക്കണം, നല്ല ഗഡ് ഹെൽത്ത് ഉള്ള, നല്ല രീതിയിൽ പ്രോബയോട്ടിക്സ് ഉള്ള ഒരു ബോഡി ആണെങ്കിൽ, പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഒക്കെ നല്ലപോലെ ഉള്ളൊരു മനുഷ്യ ശരീരമാണെങ്കിൽ അവരുടെ വിസർജ്യത്തിന് പോലും പവർ ഉണ്ടാവും. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഈ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ, വയറിന് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ ഇതിന്റെ മോശമായിട്ട് വിചാരിക്കേണ്ട, നടക്കുന്ന കാര്യമാണ്. ഇത് വെച്ച് ക്യാപ്സ്യൂൾ ഉണ്ടാക്കി ആ ക്യാപ്സ്യൂൾ അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു എന്താ പറയാ, മനുഷ്യന് ആരോഗ്യമില്ല എന്നാണെങ്കിൽ അത് കിട്ടുന്ന മാർഗം തേടി പോകും. അവസാന നിമിഷം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ജീവിതം 2 ദിവസം കൂടി എക്സ്ട്രാ നീട്ടി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതെന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇതിലൊന്നും അവിടെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഈ പ്രീബയോട്ടിക്സിനും പ്രോബയോട്ടിക്സിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നല്ല ഒരു ബോഡിയിലാണെങ്കിൽ ഇതെല്ലാം ധാരാളം ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അതിനും നമ്മുടെ വിസർജ്യത്തിനും വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് നമ്മുടെ വയറ് ക്ലീൻ ആണെന്നാണ്. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയും, നമ്മുടെ കുട്ടികൾ ഇത്രയും ഡെഫിഷ്യന്റ് ആവുമ്പോൾ സത്യത്തില് ന്യൂട്രിചാർജ് കിഡ്സ് പോലെയുള്ള, ന്യൂട്രിചാർജ് കിഡ്സ് പോലെ എന്നല്ല, ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിസ്സാരമല്ല. നമ്മളുടെ ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കൃത്യമായിട്ടുള്ള അളവിൽ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും കൊടുക്കുന്ന ഒരു സപ്ലിമെന്റ് ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് നല്ലൊരു കയ്യടി കൊടുക്കാം. അതാണ് നമ്മളുടെ ന്യൂട്രിചാർജ് കിഡ്സ്. ഇതില് 3 തരത്തിലുള്ള പ്രോട്ടീൻ, 3 അല്ല, ഇപ്പൊ അത് 2 ആക്കി ചുരുക്കിയിട്ടുണ്ട്. കാരണം പാലിൽ നിന്നെടുക്കുന്ന പ്രോട്ടീൻ തന്നെയാണ് 2 തരത്തിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ 2 ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് 3 തരത്തിലുള്ള പ്രോട്ടീൻ, 15 വൈറ്റമിൻസ്, 14 മിനറൽസ്, ഫൈബർ, അതുപോലെ തന്നെ പല ന്യൂട്രിയൻസും ചേർത്തിട്ടുള്ള ഒരു ഡയറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ അത് ന്യൂട്രിചാർജ് കിഡ്സിൽ കൂടെയാണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുക. ന്യൂട്രിചാർജ് കിഡ്സ്, കെ ഫോർ നോളജ്. കിഡ്സിൽ എന്താണ്? കെ എന്ന് പറഞ്ഞാൽ നോളജ് ആണ്, ഐ ഇമ്മ്യൂണിറ്റി ആണ്, ഡി ഡെവലപ്മെന്റ് ആണ്, എസ് സ്ട്രെങ്ത് ആണ്. ഈ 4 കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ, അവർ ഹെൽത്തി ആയിരിക്കണം, അങ്ങനെ ഒരു ഹെൽത്ത് വേണം എന്നാണെങ്കിൽ നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സപ്ലിമെന്റ് ഇന്ന് നമ്മളുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളൂ. അത് ന്യൂട്രിചാർജ് കിഡ്സ് ആണെന്നുള്ളത് എവിടെ വേണമെങ്കിലും നമുക്ക് അടിവരയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി നോക്കുക, ന്യൂട്രിചാർജ് കിഡ്സിൽ എന്തൊക്കെയുണ്ട്? 3 തരത്തിലുള്ള പ്രോട്ടീൻ ആണ് ഉള്ളത്. അതിനകത്ത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സോയ് പ്രോട്ടീൻ ഉണ്ട്. ഐസൊലേറ്റഡ് സോയ് പ്രോട്ടീൻ എന്തിനെ സപ്പോർട്ട് ചെയ്യണേ? അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്. അവര് സ്ട്രെങ്ത് വേണം, അവർക്ക് സ്റ്റാമിന വേണം, അവർക്ക് അവരുടെ ആ ഒരു ഫിസിക്കലി അവരെ ഫിറ്റ് ആക്കാൻ വേണ്ടി ആണ് നമുക്ക് എന്ത് പറഞ്ഞേ, ഈ ഒരു ഐസൊലേറ്റഡ് സോയ് പ്രോട്ടീൻ പറഞ്ഞത്. അതുപോലെ വേ പ്രോട്ടീൻ ഉണ്ട്. വേ പ്രോട്ടീൻ അവരുടെ മസിൽ മാസ് കൂട്ടാൻ വേണ്ടിയിട്ടാ. ഫാറ്റ് കയറില്ല. സാധാരണ പ്രോട്ടീൻസ് കൊടുക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റിറോയിഡ്സ് വരും. പൊതുവെ മാർക്കറ്റിൽ കിട്ടുന്ന പല പ്രോട്ടീൻസിലും സ്റ്റിറോയിഡ്സ് വരും. കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോട്ടീൻ ആണെങ്കിൽ പോലും നമ്മൾ അതിൽ ആരും ശ്രദ്ധിക്കാറില്ല കാര്യമായിട്ട്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വേ പ്രോട്ടീൻ പ്രത്യേകതയുണ്ട്. അത് മസിൽ മാസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്ത കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് കയറില്ല. അതുപോലെ മിൽക്ക് പ്രോട്ടീൻ ആണെങ്കിലോ ഈ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ 3 തരത്തിലുള്ള പ്രോട്ടീനുകൾ അതിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, മിൽക്കിൽ നിന്ന് എടുക്കുന്ന 2 പ്രോട്ടീനാണ് മിൽക്ക് പ്രോട്ടീനും വേ പ്രോട്ടീനും. നമുക്കറിയാം, പാലൊക്കെ പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ ഇങ്ങനെ ഊറി കിടക്കുന്ന വെള്ളം കാണാം. ഏറ്റവും അധികം പ്രോട്ടീൻ കിട്ടുന്നത് അതിനകത്ത് നിന്ന്. അതിന്റെ എക്സ്ട്രാക്ട് ഒന്ന് എടുക്കുന്നതാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇപ്പൊ 2 പ്രോട്ടീൻ ആണെന്നാണ് നമ്മൾ പറയാറ്. ഇനി അത് മാത്രമല്ല, കുട്ടികൾക്ക് നോക്കുക, മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നതാണ് DHA, കൊളീൻ. നോക്കുക എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. അയൺ ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ടിനോസ്പോറ, കോഡിഫോളിയ, ഫോസ്ഫറസ്, ബി കോംപ്ലക്സ് വൈറ്റമിൻസ്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, അയഡിൻ, ഇതുപോലുള്ള മെന്റലി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ ശക്തി കൂട്ടുന്ന അയൺ, DHA, ലൈസിൻ, സിങ്ക്, കോപ്പർ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പ്രോബയോട്ടിക്സ്, ഇതെല്ലാത്തിന്റെയും വലിയൊരു കേന്ദ്രം അല്ലെങ്കിൽ വലിയൊരു കലവറയാണ് നമ്മളുടെ ന്യൂട്രിചാർജ് കിഡ്സ്.
നമ്മളുടെ കുഞ്ഞുങ്ങളെ അവരുടെ മാക്സിമത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ അവരുടെ ഫിസിക്കൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇതായി കാണുന്ന തരത്തിലുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നുണ്ട്. ലൈസിനുണ്ട്, മാഗ്നീഷ്യം, അതുപോലെ ക്രോമിയം, കാൽഷ്യം, വൈറ്റമിൻ ഡി, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇതൊക്കെ ഇവരുടെ ഡെവലപ്മെന്റിന്, അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നമുക്കൊരു എനർജി ഫീൽ ചെയ്യണം. അവരെ കാണുമ്പോൾ, അവരുടെ ചിരി കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ, മനസ്സിലൊരു സന്തോഷം തോന്നണം അല്ലെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണോ, നമ്മൾ അവരുടെ കുഞ്ഞിന്റെ അകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ക്ലിയർ ആയിരിക്കണം. അപ്പൊ ഇത് ശരിക്കും ന്യൂട്രിചാർജ് കിഡ്സ് പോലുള്ള സപ്ലിമെന്റ്, ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരുപാട് ഡയറ്റീഷ്യൻസ് നമ്മളുടെ ന്യൂട്രിചാർജ് കിഡ്സിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡയറ്റീഷ്യൻ ജെന്നിഫർ ധുരി എന്ന് പറയുന്ന ഒരു ഡയറ്റീഷ്യൻ പറഞ്ഞിരിക്കുന്നത്, ന്യൂട്രിചാർജ് കിഡ്സിൽ എല്ലാ വൈറ്റമിൻസും മിനറൽസും, ഒരു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വേണ്ടുന്ന എല്ലാ വൈറ്റമിൻസും മിനറൽസും വളരെ കൃത്യമായിട്ടുള്ള അളവിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഡയറ്റീഷ്യൻസ് പറഞ്ഞതാ. ഇതുപോലെ ആയിരക്കണക്കിന് ഡയറ്റീഷ്യൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരേ സപ്ലിമെന്റ് ആണ് നമ്മളുടെ ന്യൂട്രിചാർജ് കിഡ്സ്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പല സപ്ലിമെന്റ്സിലും ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഷുഗർ ആയിരിക്കും, പഞ്ചസാര, അതുപോലെ ചോക്ലേറ്റ്, പാൽപ്പൊടി, പിന്നെ ഇത് മാത്രമല്ല കപ്പലണ്ടി പിണ്ണാക്ക് പോലുള്ള സാധനങ്ങൾ വെറും കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൃത്യമായിട്ട് കിട്ടാറില്ല. ഇനി ഇതിന്റെ ഒരു കമ്പാരിസൺ നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കുക, നമ്മളുടെ ന്യൂട്രിചാർജ് കിഡ്സിൽ പറയുന്നത് ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. പല തരത്തിലുള്ള, ഈ സ്ലൈഡ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക, കാരണം ക്ലിനിക്കലി പ്രൂവൺ, നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സിന്റെ ഒരു ടിന്നെടുത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം ക്ലിനിക്കലി പ്രൂവൺ. എന്തിനു വേണ്ടിയിട്ടാണ് ക്ലിനിക്കലി പ്രൂവൺ ആയത്? കുഞ്ഞുങ്ങളുടെ സ്കില്ല്, അവരുടെ ഡെവലപ്മെന്റൽ സ്കിൽസ്, അവരുടെ ഹൈറ്റ് കൂട്ടാൻ, അവരുടെ വെയിറ്റ് കൂട്ടാൻ, അവരുടെ BMI കൂട്ടാൻ, അവർക്ക് എന്തൊക്കെയാണോ ഡെവലപ്മെന്റ് സ്റ്റേജിൽ വേണ്ടുന്നത് ആ ഒരു റിക്വയർമെന്റ്സിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രിചാർജ് കിഡ്സ് വരുന്നത്. ഇനി ഇതിനൊന്ന് കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. എക്സ്പേർട്ടുകൾ നടത്തിയ കമ്പാരിസൺസിൽ നമുക്ക് കാണാൻ സാധിച്ചത് 48 ന്യൂട്രിയൻസ് ന്യൂട്രിചാർജ് കിഡ്സിൽ ഉണ്ടെന്നാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞു പോകുന്ന വേറൊരു സപ്ലിമെന്റിന് ആകെ 37 ന്യൂട്രിയൻസ് മാത്രമേ ഉള്ളൂ. വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് RCM മാത്രമേ ഉള്ളൂ, ന്യൂട്രിചാർജ് കിഡ്സിൽ മാത്രമേ ഉള്ളൂ 10 തരം ബൊട്ടാണിക്കൽസ്. ഞാൻ ബൊട്ടാണിക്കൽസിനെ പറ്റി ഇവിടെ പറഞ്ഞില്ല. ബൊട്ടാനിക്കൽസ് എന്ന് പറയുമ്പോൾ ആയുർവേദ സസ്യങ്ങളുടെ എക്സ്ട്രാക്റ്റ് ആണ് ബൊട്ടാനിക്കൽസ്. അതിനകത്ത് കിഴിയാർനെല്ലി, ചിറ്റമൃത്, അയമോദകം, കറുവപ്പട്ട, അതുപോലെ ഒത്തിരി 10ഓളം ആയുർവേദ സസ്യങ്ങളുടെ എക്സ്ട്രാക്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് വേറെ ഒന്നിലും ഇല്ല. ഇവരുടെ തുളസിയൊക്കെ ചേർത്തിരിക്കുന്നത് എന്തിനാ? ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്. തുളസിയൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഹെർബാണ്. ഇവർക്ക് ഒരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വരില്ല. വയറിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അതുപോലെ രക്തശുദ്ധീകരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കറുവപ്പട്ട കൊടുത്തിരിക്കുന്നത്. ചിറ്റമൃത് കൊടുത്തിരിക്കുന്നത് ബ്രെയിനിന്റെ ഐക്യു കൂട്ടാൻ വേണ്ടിയിട്ടാ. അതുപോലെ തന്നെ നമുക്കറിയാം കിഴിയാർനെല്ലി ലിവറിന്റെ ഫങ്ഷൻസ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാ കിഴിയാർനെല്ലി ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സംസാരശേഷി കുറവുള്ള കുട്ടികളാണെങ്കിൽ സംസാരശേഷി കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, എന്താ പറയാ, അയമോദകം വയറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ ചിറ്റമൃത് ബ്രെയിനിന്റെ ഐക്യു കൂട്ടുന്നതിനോടൊപ്പം തന്നെ ഇരട്ടി മധുരം ഉണ്ട് അതിനകത്ത്. ഇരട്ടി മധുരമാണ് ഇവരുടെ സൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. മുന്തിരിയുടെ എക്സ്ട്രാക്ട് ഉണ്ട് അവരുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മുന്തിരി നല്ലതാ. അപ്പൊ ഇങ്ങനെ 10ഓളം ആയുർവേദ സസ്യങ്ങളുള്ള ഒരേ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവരയിട്ട് നമുക്ക് പറയാൻ പറ്റും, ആകെ ന്യൂട്രിചാർജ് കിഡ്സിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് ലോകത്തിറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് കുട്ടികൾക്ക് കൊടുക്കാനുണ്ടെന്നാണെങ്കിൽ നമുക്ക് മനസ്സിൽ തൊട്ടിട്ട് നമുക്ക് പറയാം ന്യൂട്രിചാർജ് കിഡ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് കൊടുക്കാൻ പറ്റാന്നുള്ളത്. ഇനി ഇതില് ഞാൻ പറഞ്ഞ 48 ന്യൂട്രിയൻസ് ആണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളത്. ഇതില് 3 തരത്തിലുള്ള പ്രോട്ടീൻസ് രണ്ടായിട്ട് കമ്പൈൻ ചെയ്ത് 29 മിനറൽസ് ഉണ്ട്, 10 ബൊട്ടാനിക്കൽസ് ഉണ്ട്, 3 പ്രീബയോട്ടിക്സ് ഉണ്ട്, ഡയറ്ററി ഫൈബർ ഉണ്ട്. സാധാരണ കൊടുക്കുന്ന സപ്ലിമെന്റ്സിലൊക്കെ ഡയറ്ററി ഫൈബറിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നോക്കുക, 2 ടേസ്റ്റിലാണ് നമ്മൾക്ക് ഇത് വരുന്നത്. ഒന്ന് ചോക്ലേറ്റ്, ഇത് പൗഡേർഡ് എന്താ പറയാ
കൊക്കോ ആണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നത്. അതുപോലെ മാംഗോ പൗഡേർഡ് ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ചോക്ലേറ്റും മാംഗോ ടേസ്റ്റിലും വരുന്നുണ്ട്. ഇതിൽ മാംഗോയിൽ മാത്രം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൺസ മാംഗോ ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അത് ബീറ്റ കരോട്ടിൻ കൂട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കണ്ണിന് എന്താ പറയാ ഹെൽത്ത്, ഐസ്, ഇപ്പം കണ്ണട വെക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ കണ്ണിന് പവർ കൂട്ടാനായിട്ട് നല്ലതാണ് അൽഫോൺസ മാംഗോ ഉള്ള നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ്. അപ്പൊ അവരുടെ വിഷൻ, കണ്ണിന്റെ പവർ കൂടാം, അവരുടെ മെമ്മറി പവർ കൂട്ടാനായിട്ടും അവരുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ടും ഒക്കെ ന്യൂട്രിചാർജ് കിഡ്സ് നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. കണ്ണിന് കാഴ്ച കുറവുള്ള കുട്ടികളാണെങ്കിൽ പ്രത്യേകം നമ്മൾ എടുത്ത് മാംഗോ പൗഡേർഡ് മാംഗോ ആയിട്ടുള്ള നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോ കൊടുക്കാം. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട് ശരിക്കും ഈ ഒരു ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഒരു അമ്മ എന്നുള്ള നിലയിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും ഞാൻ കൊടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് കിഡ്സ്. എന്റെ കുഞ്ഞിന് 1.5 വയസ്സ് പ്രായമുള്ള സമയം തുടങ്ങിയ ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. 2 കുട്ടികൾക്കും. എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്തയാൾക്ക് 6 വയസ്സാണ്, രണ്ടാമത്തെ ആൾക്ക് 4 വയസ്സാണ്. 2 കുഞ്ഞുങ്ങളും എല്ലാ ദിവസവും ന്യൂട്രിചാർജ് കിഡ്സ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് കഴിക്കുന്നത്. പല പാരന്റ്സും പലപ്പോഴും പറയാറുണ്ട് ഇവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടാവണില്ല എന്ന്. ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു കാര്യം വേറൊന്നുമല്ല, അവരാണോ നമ്മളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മളാണോ അവരുടെ പാരന്റ്സ്? കാരണം എന്താ, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് ഏതാണ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെയാ. അവർക്കറിയില്ല, അവർ കുഞ്ഞുങ്ങളാ. അവർ കുഞ്ഞുങ്ങളായത് കൊണ്ടാണ് അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരുന്നത്. അവർ വലിയ ആളുകളായിരുന്നു വെച്ചെങ്കിൽ അവർ തനിയെടുത്ത് കഴിക്കുമായിരുന്നില്ലേ? അപ്പൊ നോക്കുക, നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ന്യൂട്രിചാർജ് കിഡ്സ് പോലുള്ള സപ്ലിമെന്റ് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളത്. 6 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ശരീരമാണ് വളരുക, ബ്രെയിന് ഡെവലപ്മെന്റ് ഉണ്ടാവൽ കുറവാണ്. അപ്പൊ എന്ത് ന്യൂട്രിയന്റ് ആണോ നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് നോക്കുക. എന്റെ കുഞ്ഞിന് ഇപ്പം എനിക്ക് ഒരു ഓപ്പൺ സ്റ്റേജിൽ തുറന്ന് പറയണോണ്ട് ഒരു ഇതുമില്ല. കാരണം എന്റെ കുഞ്ഞിന് സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്ന ഒരു മോന, മൂത്തയാള്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് തെറാപ്പികളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ആ തെറാപ്പികളുടെ ഒപ്പം തന്നെ എന്റെ കുഞ്ഞിന് ഞാൻ കൊടുക്കുന്ന ന്യൂട്രിചാർജ് എന്താ പറയാ കിഡ്സ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ നല്ല രീതിയിൽ സംസാരിക്കും. എന്റെ മോൻ എന്റെ അമ്മയെന്ന് പോലും വിളിക്കില്ലായിരുന്നു. എനിക്ക് ശരിക്കും അതുകൊണ്ട് തന്നെ ഈ ന്യൂട്രിചാർജ് കിഡ്സിനോട് ഒരു മെന്റൽ അറ്റാച്ച്മെന്റ് ആണ്. ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആയി പോകും, വേറെ ഒന്നുമല്ല. ഞാനിത് കൊടുക്കുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സിലാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ കുഞ്ഞിനെ തെറാപ്പിക്ക് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. അമ്മേ എന്ന് പോലും വിളിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞിന്റെ വിളിയൊന്ന് അമ്മയെന്ന് നല്ല രീതിയിൽ കേൾക്കണം. അതുപോലും സംസാരിക്കാത്ത ഒത്തിരി കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഈ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 2 കൈയും 2 കാലും 2 കണ്ണും അവരെ ഹെൽത്തി ആയിട്ടുള്ള ബോഡിയൊക്കെ കൊടുത്ത് നമ്മൾക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. പക്ഷെ ഇതില്ലാതെ എന്തോരം കുഞ്ഞുങ്ങളുണ്ടെന്നറിയാം. അത് കാണുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സ് ചങ്കലച്ചു പോകും. ഒറ്റ കുഞ്ഞായിട്ട് ആ കുഞ്ഞിന് ഇങ്ങനത്തെ വൈകല്യങ്ങൾ വരണ പാരന്റ്സിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് പിടിച്ചു നിൽക്കാൻ, അവരുടെ ഒരു ചിരി, ജസ്റ്റ് അവരുടെ മുഖത്ത് വരുന്ന ഒരു പുഞ്ചിരി പോലും ആ പാരന്റ്സിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സന്തോഷം എന്താണെന്നുള്ളത് അതിലൊരിക്കലും നമുക്ക് വില കൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാ. കാരണം ഞാൻ കൊണ്ടുപോയി കൊടുത്ത ഒരു തെറാപ്പി സെന്ററിൽ, ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്തിട്ട് പിടിച്ചു നിൽക്കാത്ത ഒരു കുഞ്ഞ്, നടക്കാത്ത ഒരു കുഞ്ഞ് പിടിച്ചു നിന്ന് തുടങ്ങിയത് ഒരു എക്സ്പ്രഷൻ, ഒരു ഫീലിംഗ് പോലും ഇല്ലാത്ത ഒരു കുഞ്ഞ് അമ്മേനെ നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പാരന്റ് വന്ന് പറഞ്ഞ ആ ഒരു സന്തോഷം, ആ തെറാപ്പി കൊടുക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞത് നല്ല വ്യത്യാസം ഉണ്ട്. പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഹൈറ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് ഹൈറ്റ് വെക്കുന്നു. എന്റെ കുഞ്ഞിന് ഹൈറ്റ്, എന്റെ കുഞ്ഞിന്റെ ക്ലാസ്സിൽ പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് UKG ക്ലാസ്സിൽ എന്റെ മോനെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്കി കുട്ടികളെക്കാളും കൂടുതൽ ഹൈറ്റ് എന്റെ മോനാ. അവന്റെ ആ ഹൈറ്റ് ആണെങ്കിലോ ആ ഒരു ഏജിൽ 6 വയസ്സിൽ ഇത്ര ഹൈറ്റ് ആണ് വേണ്ടതെന്നാണെങ്കിൽ ഷാർപ്പ് അത്. ഇതെന്തുകൊണ്ടാ സംഭവിച്ചത്? ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കണമുണ്ട്. അപ്പോ ഈ ന്യൂട്രിചാർജ് കിഡ്സ് നമുക്ക് എങ്ങനെ കൊടുക്കാം നമ്മുടെ കുട്ടികൾക്ക്? ഒന്നില്ലെങ്കിൽ പാൽ അലർജി ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ ഗോപകുമാർ സാറ് വലിയൊരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ പിഴിഞ്ഞ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്കൂപ്പ് നമുക്ക് പഞ്ചസാര ഇതൊന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് അതിനകത്തുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ശർക്കര പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ
ഇതറിയാം. എപ്പോഴത് കഴിക്കണ്ടേ? രാവിലെയും വൈകുന്നേരവും നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. എത്ര നാൾ കഴിക്കണം? 2 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെയുള്ള കുട്ടികൾ കഴിക്കുന്നതാണെങ്കിൽ ഗിരീഷ് സാറിനെ പോലെയുള്ള വലിയ കുട്ടികളും കഴിക്കാറുണ്ട്. എന്നെ പോലുള്ള വലിയ കുട്ടികൾ കഴിക്കാറുണ്ട്. ചുമ, തുമ്മല്, ജലദോഷം ഒക്കെ വരണ സമയത്ത് നമ്മൾക്ക് ഇത് കഴിക്കാം. മുതിർന്ന ആളുകൾക്കൊക്കെ നമുക്ക് കഴിക്കാം. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് കഴിക്കാം എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ഏജിന്റെ കൺസ്ട്രെയിന്റ് ഇല്ലേ അതിനകത്ത് നോട്ട് ചാർജ് കിഡ്സ് 14 വയസ്സ് കഴിഞ്ഞാലും കൊടുക്കുന്നുണ്ട്. പഠിക്കുന്ന ഏത് പ്രായത്തിലുള്ള കുട്ടികൾ വേണമെങ്കിലും കഴിക്കാം. കാരണം എനിക്കൊരു ബ്രദർ ഉണ്ട്, അവൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആവണോ ഇതുവരെ ന്യൂട്രി ചാർജ് കിഡ്സ് ആണ്. അത് കഴിഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക് വന്ന സമയത്തും അവന് ന്യൂട്രി ചാർജ് കിഡ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴാണ് ഒന്ന് മാറ്റി പിടിച്ചത്. അത്രയും നാള് കഴിച്ചുകൊണ്ടിരുന്ന ന്യൂട്രി ചാർജ് കിഡ്സാ. ന്യൂട്രി ചാർജ് കിഡ്സ് നമ്മുടെ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ഒക്കെ കഴിക്കാം. ഇനി നോക്കുക, നമ്മുടെ കുട്ടികൾ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ, അതുപോലെ ഐസക് ന്യൂട്ടനെ പോലെ, ആര്യഭട്ടിനെ പോലെ, അതുപോലെ തന്നെ രാമാനുജനെ പോലെ, ഇവരൊക്കെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച ഓരോ യുഗത്തിൽ വന്നിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. ഇവരിലൊക്കെ എന്തായിരുന്നു സ്പെഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്തത്? നമ്മളെ പോലെ തന്നെയായിരുന്നില്ലേ അവരും? ഇവർക്ക് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ടായിരുന്നു, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ. ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് നമ്മളുടെ 2 പോർഷനും കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ, ഇത് വരാനുള്ള കാരണം എന്തായിരുന്നു? ഇങ്ങനെ ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിനിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ആണെങ്കിൽ അവ കുട്ടികൾ ഇന്റലിജന്റ് ആയിരിക്കും എന്നാ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്റലിജന്റ് ആവാനായിട്ട് എത്ര പേര് കൂട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്? അവരെ നാട്ടിൽ എല്ലാവരാലും പരിചയപ്പെടണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറില്ലേ? നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പേരിൽ നമ്മൾ അറിയപ്പെടണം എന്നുള്ള നമ്മൾ ആലോചിക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതുപോലുള്ള ഒരു ചേഞ്ച്, ഒരു മിറാക്കിൾ വരുന്നത്? നമ്മളുടെ ഇന്റലിജൻസ് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മളുടെ ബ്രെയിനിൽ കൂടിയാണ്. ആ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു അമ്മയുടെ വയറ്റില് എന്ന് നമ്മളുടെ കുഞ്ഞ് ഉദരത്തിൽ വരുന്നു ആ സമയം തുടങ്ങി ആ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ്, 3-ാമത്തെ ആഴ്ച തുടങ്ങി കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കും. 70% ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് അമ്മയുടെ ഉദരത്തിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, 6 വയസ്സ് വരെ എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ 70% അമ്മയുടെ ഉദരത്തിന്റെ അകത്ത് വെച്ചിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കണം, ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് നമ്മൾ കൊടുക്കണം. ആ കുഞ്ഞിനെ ഇന്റലിജന്റ് ആയിട്ട് സമൂഹത്തിൽ എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു കുഞ്ഞായിട്ട് മാറ്റണം എന്നാണെങ്കിൽ നമ്മളത് കൊടുക്കണം. പ്രോപ്പർ ആയിട്ടുള്ള എന്ത് കൊടുക്കണം? ന്യൂട്രീഷൻ അമ്മയ്ക്ക് കൊടുക്കണം. മസ്റ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്. ഇനി ഡോക്കോസാഹെക്സിനോയിക് ആസിഡ്, DHA എന്ന് പറയുന്ന സാധനം കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വളരെ എസെൻഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അവരുടെ എന്താ പറയാ കുഞ്ഞിന്റെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് നടക്കണം എന്നാണെങ്കിൽ എന്ത് വേണം? DHA വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ലാസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് അവസാനത്തെ 3 മാസങ്ങളിൽ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്, അതായത് ഈ എന്താ പറയാ, നമുക്കറിയാം അവസാന 3 മാസങ്ങളിലാണ് ഇവരുടെ ബ്രെയിനിന്റെ എന്താ പറയാ ഫോർമേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നത്. പക്ഷെ ബ്രെയിൻ ഡെവലപ്മെന്റ് തുടങ്ങുന്നത് അവരുടെ 3-ാമത്തെ ആഴ്ച തുടങ്ങി സംഭവിക്കും. ഇനി പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ DHA കഴിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടില് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് DHA സപ്ലിമെന്റ്സ് കൊടുക്കുന്നത് വളരെ കുറവാണ്. സപ്ലിമെന്റ് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡോക്ടേഴ്സ് അതിന് പൊതുവെ പെർമിഷൻ കൊടുക്കാറില്ല. വളരെ കുറച്ച് ഇതിനെപ്പറ്റി അത്രയും എന്താ പറയാ നല്ല നോളജ് ഉള്ള ഡോക്ടേഴ്സ് മാത്രമേ ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കാറുള്ളൂ. ഇത് അമ്മയുടെ ശരീരത്തിൽ കൂടെ, അമ്മയുടെ ബ്ലഡിൽ കൂടെയാണ്, അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെയാണ് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ഈ ഒരു DHA ചെല്ലുന്നത്. പ്ലാസന്റ വഴി, പൊക്കിൾ കൊടി വഴി അമ്മയുടെ ബ്ലഡിൽ കൂടെ കുഞ്ഞിലേക്ക് DHA എത്തുന്നു. DHAയിൽ 3 തരത്തിലുള്ള പെർഫോംസ് ആണ്, അതായത് നല്ല 3 കാര്യങ്ങളാണ്, 3 ഫങ്ഷൻസ് ആണ് DHA, ഡോക്കോസാഹെക്സിനോയിക് ആസിഡ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റ് പെർഫോം ചെയ്യുന്നത്. ഒന്ന്, കുഞ്ഞിന്റെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ള കാര്യമാണ്. രണ്ടാമത്തത് ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഡെവലപ്പ് ചെയ്യുക,
രണ്ടാമത്തെ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് കെട്ട് ഇങ്ങനെ പിണഞ്ഞു കിടക്കണം, ശരിക്കും ഒരു ഊരാക്കുടുക്ക് പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എന്തുകൊണ്ടാ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധിക്കണില്ല, കുട്ടികൾ ഫിസിക്കലി ഫിറ്റ് അല്ല, അവർക്ക് വിചാരിക്കുന്ന രീതിയിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാ? പല വള്ളികളും കെട്ടുപളിഞ്ഞ് കിടക്കുക ഉള്ളില്. അതിനെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. അപ്പൊ DHA അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പറയുന്നത്. അതുപോലെ തന്നെ മെയിൻ്റനൻസ്, അതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണതാ. ഇല്ല എങ്കിൽ ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻഡ് അല്ല എന്നാണെങ്കിൽ സെൽ ഡാമേജ് വരും, നമുക്ക് ഒരുപാട് അസുഖങ്ങളിലേക്ക് അത് വഴിതിരിക്കും. ഇനിയെങ്കിലും ഡിയർ പാരന്റ്സ്, നമ്മുടെ കുഞ്ഞുങ്ങള് പഠനത്തിന് ശ്രദ്ധിക്കണില്ല എന്നാണെങ്കിൽ, ഏതെങ്കിലും കുട്ടി പഠിക്കാൻ മടി കാണിക്കുന്നുണ്ട്, പുറകോട്ട് വരുന്നുണ്ട് എന്നാണെങ്കിൽ പിടിച്ചവരെ തല്ലുകയല്ല വേണ്ടേ, അവർക്ക് വേണ്ടുന്ന പോഷകങ്ങൾ കൊടുക്കുക വേണ്ടേ. പല പാരന്റ്സും അത് മനസ്സിലാക്കാറില്ല എന്നുള്ളത് മനസ്സിന് വിഷമം തോന്നുന്ന ഒരു കാര്യം. ഇനി ഇതിന്റെ സപ്ലിമെന്റില് കൊടുക്കുന്നതിൽ വെച്ചിട്ട് എല്ലാ ആളുകളും DHA എന്ന് പറയുന്ന സാധനം കഴിക്കുന്നത്, അവര് വിചാരിക്കുന്നത് എന്താ, DHA മീനിനകത്ത് മാത്രമേ കിട്ടുള്ളൂ എന്നാ വിചാരിക്കണേ. ഫിഷ് ഓയിൽ നോൺ വെജിറ്റേറിയൻ ആണ്. അത് മാത്രല്ല, പല കമ്മ്യൂണിറ്റീസിലും നമുക്കറിയാം, പല സഹോദരങ്ങളും നോൺ വെജ് ഫുഡ് കഴിക്കാറില്ല നമ്മളുടെ നാട്ടില്. അപ്പോ എങ്ങനെയാണ് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയിലേക്ക് നമ്മൾക്ക് ഈ വെജിറ്റേറിയനിസം ആയിട്ട് കൊടുക്കാൻ പറ്റുക പ്രഗ്നൻസി ടൈമില്? അതാണ് നമ്മൾ നോക്കുന്നത്. അത് മാത്രമല്ല, ഈ നോൺ വെജ് ഫുഡ് പല സമയത്തും പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കഴിക്കാൻ തോന്നാറില്ല. വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഡൈജഷൻ പ്രോപ്പർ ആവില്ല. അതുപോലെ തന്നെ ഈ ഫിഷ് ഓയിലിന്റെ സ്മെല്ലൊക്കെ നമുക്ക് അടുക്കാനായിട്ട് പോലും പറ്റില്ല. വേറൊരു കാര്യം കൂടി പറയാം, ഡീപ് സീയിലുള്ള ഫിഷസ്, അതായത് എന്താ പറയാ, ഷാർക്ക് അതുപോലുള്ള ഫിഷിനൊക്കെ ഈ ഓയിൽ എടുക്കുന്നുണ്ട്, ഫിഷ് ഓയിൽ എടുക്കുന്നുണ്ട്. പക്ഷെ ഡീപ് സീയിലാണ് എന്ത് വരിക, ഈ DHA ഫോം ചെയ്യാനായിട്ടുള്ള കണ്ടന്റ് മത്സ്യങ്ങൾക്ക് കിട്ടുന്ന ഡീപ് സീയില. ഈ ഡീപ് സീയില് മെർക്കുറിയുടെ കണ്ടന്റ് കൂടുതലാണ്. ഡീപ് സീയിൽ നിന്ന് എടുക്കുന്ന മത്സ്യങ്ങളിൽ മെർക്കുറിയുടെ കണ്ടന്റ് ഉണ്ടാവും. മെർക്കുറി ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയുടെ ശരീരത്തിലേക്ക് ചെന്നാൽ നമ്മൾ DHA കൊടുക്കുന്നത് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനാണെങ്കിലും അതൊരു വിപരീത ഫലം ചെയ്യുന്നുള്ളതാണ്. അപ്പോ സ്ത്രീകള്, ഗർഭിണിയായിട്ടുള്ള സ്ത്രീകള് ഇതുപോലെയുള്ള ഫിഷ് ഓയിൽ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അതിനകത്ത് മെർക്കുറിയുടെ കണ്ടന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിഷ് ഓയിലിന്റെ സ്മെല്ല് സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ചിലപ്പോ ഈ ഒരു സമയത്ത്, പ്രഗ്നൻസിയുടെ സമയത്ത് അവർക്ക് വോമിറ്റിംഗ് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അത് നല്ല കാര്യമാണെന്നാ പറയുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് വരുന്നുണ്ട്. ഇനി റിസർച്ചുകൾ പറയുന്നത് ഒരിക്കലും മത്സ്യങ്ങളിൽ നിന്ന് DHA ഉണ്ടാവുന്നില്ല. പിന്നെ എവിടെ നിന്നാ ഈ DHA വരണേ? ഈ മത്സ്യങ്ങൾക്ക് കടലിനടിയിലുള്ള ഒരു സീ പ്ലാന്റിൽ നിന്നാണ് DHA കിട്ടുന്നത്. ഇതിനാണ് ശരിക്കും, ഇതാണ് റിയൽ സോഴ്സ് ഓഫ് DHA. അപ്പൊ സത്യത്തില് മീനിൽ നിന്നല്ല DHA കിട്ടുന്നത്. മീൻ കഴിക്കുന്ന ഒരു പ്രത്യേകതരം പായലുണ്ട്, ആ പായലിൽ നിന്നാണ്, ഒരു പ്രത്യേകതരം ചെടിയുണ്ട്, ആ ചെടിയിൽ നിന്നാണ് എന്ത് നമുക്ക് കിട്ടുന്നത്, DHA. മീനിന്റെ ശരീരത്തിലേക്ക് കിട്ടുന്ന ആ DHA ആണ് എക്സ്ട്രാക്ട് ചെയ്ത ആളുകൾ എടുക്കുന്നത്. പക്ഷെ അതിനകത്ത് കെമിക്കൽസ് കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സീ പ്ലാന്റിൽ നിന്ന് വേണം എന്തെടുക്കാൻ, ഒരു സ്ത്രീക്ക് അത് DHA കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നാണെങ്കിൽ മത്സ്യത്തിൽ കൂടെ വേണ്ട കിട്ടാൻ, നമുക്ക് ആ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സീ പ്ലാന്റിൽ തന്നെ എടുത്താൽ പോരെ. അപ്പൊ അങ്ങനെ സോഫ്റ്റ് വെജ് ക്യാപ്സ്യൂൾസ് നമ്മളുടെ നാട്ടില് വരുന്നുണ്ട്. എങ്ങനത്തെ, ഈ മീനിൽ നിന്ന് എടുക്കുന്ന സോഫ്റ്റ് ക്യാപ്സ്യൂൾസ് വരുന്നുണ്ട്. അത് ജെലാറ്റിൻ വെച്ചിട്ടാണ്. ഇപ്പോ ഞാൻ പറഞ്ഞു, എന്താ പറയാ, സീ പ്ലാന്റിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. പക്ഷെ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലാണെങ്കിലും ഇതിന്റെ കവർ ഒരു ഇങ്ങനെയുള്ള മീൻ ഗുളികയുടെ കവർ ഒരു ഭംഗിയെ കാണാൻ ഞാൻ ഞെക്കിക്കൊണ്ടിരിക്കാൻ തോന്നും കണ്ടു കഴിഞ്ഞാൽ, അല്ലെ? അത് വരുന്നത് ജെലാറ്റിൻ ആണ്. അതിന്റെ ഫോം ജെലാറ്റിൻ ആണ് അതിന്റെ ബേസിക്കലി ആ കോട്ടിങ് എന്ന് പറയുന്നത്. ഈ ജെലാറ്റിൻ എങ്ങനെയാണ് കാണുമ്പോൾ നമുക്ക് അറപ്പ് തോന്നും. നമ്മൾ പക്ഷെ കണ്ടിട്ടുണ്ട്, അറവ് മാടുകളെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അവരെ കൊണ്ടുപോയിട്ട് ഈ അറവ് മാടുകളുടെ ബോൺസ് ഒന്നും കൊണ്ടുപോയി അവർ കളയാറില്ല. എന്തിന്, എന്റെ നാട്ടിലെ എടയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്തോരം വണ്ടികളിലാണ് ലോഡ് കണക്കിന് ഈ എല്ല് കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. അത് അവിടെ കൊണ്ടുപോയിട്ട് വെയിറ്റ് എടുത്ത് അതിന്റെ തൂക്കം നോക്കിയിട്ട് അത് കൊണ്ടുപോയി ജെലാറ്റിൻ ഉണ്ടാക്കുന്ന നീറ്റ ജെലാറ്റിന്റെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. ഈ നീറ്റ ജെലാറ്റിൻ ഫാക്ടറീസിലാണ് എന്ത് പറഞ്ഞേ,
ഇതുപോലുള്ള ഷെല്ലുകള്, ഈ ജലാറ്റിന്റെ ഷെല്ലുകള് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. ഒരിക്കലും അതിനെ നമുക്ക് വെജിറ്റേറിയൻ എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ അകത്ത് നമ്മൾ ഇനിയിപ്പം ഈ പറയുന്ന ചെടിയിൽ നിന്ന് എടുത്ത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള DHA ആണ് അതിന്റെ ഉള്ളിൽ ഇട്ടിരിക്കണമെങ്കിൽ പോലും അതിന്റെ പുറത്ത് വരുന്ന ഷെല്ല് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, വെജിറ്റേറിയൻ അല്ല. അപ്പോ എന്താ ഇതിനൊരു സൊല്യൂഷൻ? അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും നമുക്ക് കൈയടിക്കാൻ വേറൊന്നുമല്ല, വെജിറ്റേറിയൻ ക്യാപ്സ്യൂള് കെരാഗിനാൻ എന്ന് പറയുന്ന സീ പ്ലാന്റിൽ നിന്ന് വെജ് സോഫ്റ്റ് ഫോമില് നമ്മൾക്ക് തരുന്നതാണ് ന്യൂട്രിചാർജ്. ന്യൂട്രിചാർജിന് വേണ്ടി വീണ്ടും ഒരു ഉഗ്രൻ കൈയടി നമുക്ക് കൊടുക്കാം. വെജിറ്റേറിയൻ സോഫ്റ്റ് വെജ് ക്യാപ്സ്യൂൾ ആണ് നമ്മളുടെ DHA 200, DHA ട്വിസ്റ്റ്, അതുപോലെ വെജ് ഒമേഗ. ഇതൊക്കെ എന്തിന്ന് എടുക്കണേ? കെരാഗിനാൻ എന്ന് പറഞ്ഞ സീ പ്ലാന്റിൽ നിന്ന്, അതിന്റെ ഒരു പായൽ നിന്നുള്ള ആ ഒരു കോട്ടിംഗ് ആണ് പറഞ്ഞത്. ഒരിക്കലും ജെലാറ്റിൻ അല്ല, സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾ അല്ല, സോഫ്റ്റ് വെജ് ക്യാപ്സ്യൂൾ ആണ് നമ്മളുടെ സ്വന്തം ന്യൂട്രിചാർജിന്റെ പ്രൊഡക്ട്സുകൾ. അപ്പോ DHA, അകത്തുള്ള DHA 100% വെജിറ്റേറിയൻ ആണ്, പുറത്തുള്ള കോട്ടിങ്ങും 100% വെജിറ്റേറിയൻ ആണ്. ഇനി റിസർച്ചുകൾ പറയുന്നുണ്ട്, ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീക്ക് 400 മില്ലിഗ്രാം DHA റെഗുലർ ആയിട്ട് വേണം. 400 മില്ലിഗ്രാം. സത്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ DHA അളവ് വളരെ കുറവാണ്. കേരളത്തിൽ ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം കേൾക്കുന്ന ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി മക്കൾ ഗർഭിണികളായിട്ടുള്ള ആളുകള്, അമ്മമാർ ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന വൈഫ് പ്രഗ്നന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മക്കൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ കേൾക്കുന്നുണ്ട് എന്നാണെങ്കിൽ ഒന്ന് നോക്കുക. ഒരു സ്ത്രീക്ക് ആ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആണോന്നാണെങ്കിൽ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിന് 400 മില്ലിഗ്രാം DHA വേണം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ക്യാപ്സ്യൂള് DHA 200 ക്യാപ്സ്യൂളിൽ 200 mg ആണ് DHA വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീക്ക് 2 DHA ക്യാപ്സ്യൂൾസ് നമ്മൾ കൊടുക്കണം. നമുക്കറിയാം കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് പ്ലാസന്റ, നമ്മളുടെ പൊക്കിൾ കൊടിയിൽ കൂടെയാണ് അകത്തേക്ക് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ DHAയും കിട്ടുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞിന് കിട്ടുന്നത് അവരുടെ പൊക്കിൾ കൊടി വഴിയാണ്. ഇനി പ്രഗ്നന്റ് ലേഡിക്ക് DHA കഴിക്കാമോ? എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ നാട്ടിൽ ഇത് സമ്മതിക്കാതെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സപ്ലിമെന്റ്സിൽ DHA സ്പെഷ്യൽ ആയിട്ട് ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ നാട്ടില് ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കുമ്പോ എന്തിന്, ഇപ്പൊ ഈ ക്വസ്റ്റ്യനുള്ള ഒരു ഉത്തരം ഞാൻ ഇതിന് മറുപടി ആയിട്ട് പറയണത്, നിങ്ങൾ തന്നെ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കൂ, ന്യൂട്രിചാർജിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കൂ. എത്ര ഡോക്ടേഴ്സ് ആണ് സർട്ടിഫൈ, എത്ര ഡയറ്റീഷ്യൻസ് ആണ്, എത്ര ഡോക്ടേഴ്സ് ആണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് DHA കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ലതാണ്. ഇനി ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി എത്ര നാള് ഈ DHA കഴിക്കണം? ആ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയുടെ ഉദരത്തില് കുഞ്ഞ് ജന്മം എടുത്ത സമയത്ത് ഫസ്റ്റ് 3ാമത്തെ ആഴ്ച തുടങ്ങിയാണ് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് കുഞ്ഞിന് DHA വേണം. ഇനി അതുപോലെ തന്നെ ഇത് പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ട് നമ്മൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്തും അമ്മയ്ക്ക് കഴിക്കാം. കാരണം ആദ്യത്തെ ഒരു 6 മാസമൊക്കെ പാല് മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുക, അല്ലെ? അപ്പൊ അമ്മ ഇത് കഴിക്കുകയാണെങ്കിൽ, DHA കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ പാലില് കൂടെ കുഞ്ഞിന്റെ അടുത്തേക്ക് ഇതെത്തും. ഇനി നമ്മളുടെ ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് ഇത് കഴിക്കാം. കാരണം ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു അമ്മയായിട്ട് മാറാൻ, ആ കുഞ്ഞിന്റെ കൂടെ തന്നെ അവൻ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മോനായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DHA കൊടുത്തത്. അപ്പൊ നമ്മൾക്ക് ഇതിനു മുന്നേ ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് ഓർക്കുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം തോന്നും. കേട്ടോ രാജൻ സാറേ, ഞങ്ങൾക്കൊന്നും ഇത് പറഞ്ഞു തരാനോ ഇതൊന്നും കഴിക്കാനായിട്ടോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം എന്റെ അച്ഛനും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇവിടെ കേട്ടിരിക്കണം ഭൂരിഭാഗം പേരുടെയും ലൈഫിൽ ഇത് സംഭവിച്ചിട്ടില്ല. കാരണം ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പോലും സത്യത്തിൽ ന്യൂട്രിചാർജിൽ കൂടെ മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. നമ്മുടെ ഒരു ഗതികയുടെ കഷ്ടകാലം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ ക്യാപ്സ്യൂള് പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ട് കഴിക്കാം, പ്രഗ്നൻസിക്ക് ശേഷം കഴിക്കാം, കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്തും കഴിക്കാം. ഇനി ഇത്രയും കൂടെ എന്താ പറയാ, പാല് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ DHA നമ്മുടെ കുഞ്ഞിന്റെ ശരീരത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ DHAയുടെ സോഴ്സ് കുറയും. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ബ്രില്യന്റ് ആവാനായിട്ട് നമുക്ക് കഴിക്കാം. ഇനി അതുപോലെ തന്നെ എന്ന് തുടങ്ങി ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞെന്നുള്ള മോഹം അവരുടെ ഉള്ളിലേക്ക് വരുന്നു, ആ സമയം തുടങ്ങി അവർക്ക് എന്ത് കഴിക്കാം?
പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയം തുടങ്ങി അവർക്ക് DHA കഴിക്കാം. അപ്പോൾ ഒരു കുഞ്ഞിന്റെ അതുപോലെ അമ്മയുടെയും ബ്രെയിനിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കണം എന്നാണെങ്കിൽ ന്യൂട്രിചാർജ് DHA വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾക്കറിയാം സോഫ്റ്റ് വെജ് ക്യാപ്സ്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം, നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ കുഞ്ഞിനെ ഇന്റലിജന്റ് ആക്കി എടുക്കുക എന്നുള്ളത്. അല്ലാതെ അയൽവക്കക്കാരുടെ ഉത്തരവാദിത്തമല്ല നമ്മളുടെ കുഞ്ഞിനെ ഇന്റലിജന്റ് ആക്കി എടുക്കുക എന്നുള്ളത്. ഡോക്ടറിന് എന്താ ഉത്തരവാദിത്തം? നമ്മുടെ കുഞ്ഞ് ഇന്റലിജന്റ് ആണെങ്കിൽ ഡോക്ടർക്ക് എന്താ കിട്ടുക? അപ്പൊ അതുകൊണ്ട് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ എടുക്കേണ്ട തീരുമാനമാണ്. കാരണം 3ാമത്തെ മാസം തുടങ്ങി എന്റെ കുഞ്ഞിന് ഞാൻ DHA കൊടുത്തു തുടങ്ങിയത്. കാരണം ഞാൻ പ്രഗ്നന്റ് ആയി 3ാമത്തെ മാസമാണ് DHA വന്നു തുടങ്ങിയത്. ഇത് പറയാൻ ആധികാരികമായിട്ട് പറയാനായിട്ടുള്ള ഒരു പവർ കൂടെ ഞാൻ ഇവിടെ കാണിക്കേണ്ട, അഹങ്കാരം ഒന്നും വിചാരിക്കേണ്ട. കാരണം 3ാമത്തെ മാസത്താണ് ഞാൻ മൂത്തയാളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന 3ാമത്തെ മാസത്തിലാണ് DHA ലോഞ്ച് ചെയ്യുന്നത്. ഏറ്റുവാങ്ങി തൃശ്ശൂർ വന്നത് ഏറ്റുവാങ്ങി അന്ന് തുടങ്ങിയ ന്യൂട്രിചാർജ് DHA കഴിക്കലാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ ധൈര്യം കാണിച്ചത് ഞാനും സുമതി അമ്മയുടെ മകളൊക്കെയാണ്. വേറെ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല ഇത് കഴിക്കാനായിട്ടുള്ള. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഇന്റലിജന്റ് ആയിട്ട് വളരാനായിട്ട് അത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാപ്പില്, വേൾഡ് മാപ്പില് ഇന്ത്യനെ എടുത്ത് കാണിക്കാൻ തക്കത്തിലുള്ള ഒരു എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞായിട്ട് മാറണം നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന ജനറേഷനിലുള്ള കുട്ടികൾ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വേണം നമ്മളെ മുതൽക്കൂടായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് വരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് നമ്മൾ ഇറങ്ങും. അപ്പോൾ നമ്മളുടെ ലോക മാപ്പിൽ ഇന്ത്യക്ക് ഒരിടം കൊടുക്കാനായിട്ട് ഇനി വരണ ജനറേഷൻ സാധിക്കണം എന്നാണെങ്കിൽ അവർക്ക് DHA കൊടുക്കണം. അപ്പോൾ ഇന്ന് തുടങ്ങി ന്യൂട്രിചാർജ് DHA കൊടുത്തു തുടങ്ങാൻ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മയ്ക്ക്. ഇനി DHA ഇതിന് മാത്രമല്ല, കുട്ടികള് ഫുൾ ടൈം പ്രഗ്നൻസിയിൽ എന്താ പറയാ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുഞ്ഞ് DHA കഴിക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ ആ ലേഡിയുടെ കുഞ്ഞ് ആ ഒരു അതായത് അമ്മയുടെ ഉദരത്തിന്റെ അകത്ത് പൂർണ്ണ വളർച്ചയിലായിരിക്കും കിടക്കുക. പൂർണ്ണ വളർച്ചയിൽ നേരത്തെ ഒന്നും അവർ പുറത്തേക്ക് വരാൻ നോക്കില്ല. അവര് എത്രത്തോളം അവർക്ക് ഡെവലപ്പ് ആവണോ ആ കുഞ്ഞുങ്ങൾ അതിന്റെ അകത്ത് കിടന്ന് അമ്മേനെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്ത് വളർന്ന് വലുതായിട്ടേ പുറത്തേക്ക് വരുള്ളൂ. അതുപോലെ തന്നെ പുറത്തേക്ക് വരണ കുഞ്ഞിന് കറക്റ്റ് വെയിറ്റ് ആയിരിക്കും. ഷാർപ്പ് അത്. കാരണം എന്താണെന്നറിയാമോ, എന്റെ 2 കുട്ടികൾക്കും 3.2 മേലെ വെയിറ്റ് ഉണ്ടായിരുന്നു എന്റെ കുട്ടികൾക്ക്. കറക്റ്റ് വേണം. ആൺകുട്ടികൾ 3 കിലോയ്ക്ക് മേലെ വേണമെന്നാ പറയണേ. പെൺകുട്ടികൾ 2.8 തുടങ്ങിയാണ് 2.8 മേലേക്ക് വേണമെന്നാ പറയണേ. 3 മേലെ ആൺകുട്ടികൾ വേണം. എന്റെ 2 കുട്ടികൾക്കും അതിന് മേലെ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം 2 ക്യാപ്സ്യൂൾ ന്യൂട്രിചാർജ് DHA 200 നമ്മുടെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുക. ഇനി 13 വയസ്സിന് മേലേക്കുള്ള ആളുകൾക്കും ഒരു ദിവസം ഒരു ന്യൂട്രിചാർജ് DHA 200 കഴിക്കാം. എന്തിനു വേണ്ടിയിട്ടാ? 13 വയസ്സിന് അവരുടെ മെമ്മറിയും കോൺസെൻട്രേഷനും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം? ന്യൂട്രിചാർജ് DHA 200. അപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല 13 വയസ്സിന് മേലേക്കുള്ള കുട്ടികൾക്ക് കൊടുക്കാം. പ്രായമായിട്ടുള്ള ആളുകൾക്കും ന്യൂട്രിചാർജ് DHA 200 ഒരെണ്ണം വെച്ച് ഡെയിലി കഴിക്കാം. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ബ്രെയിനിന്റെ ഫങ്ഷൻ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ മുരടിച്ചു തുടങ്ങും. ആ ഒരു സമയത്ത് അവരുടെ ബ്രെയിനിന്റെ ഫങ്ഷനാലിറ്റി ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡിമെൻഷ്യ പോലുള്ള മറന്നു പോകുന്ന അല്ലെങ്കിൽ എവിടെയാണ് ഇവർ പോയിരിക്കുന്നത് എന്ന് പോലും ചിലപ്പോൾ പോയ വഴി അറിയാൻ പറ്റില്ല. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ രാത്രിക്ക് ഇറങ്ങിപ്പോകും ചില പാരന്റ്സ് ഒക്കെ. ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പാരന്റ്സിന് നമുക്ക് കൊടുക്കാം ന്യൂട്രിചാർജ് DHA. പ്രായമുള്ള ആളുകൾക്ക് കൊടുക്കാം. അതുപോലെ അൽഷിമേഴ്സ് നമുക്ക് ആ ഒരു പിക്ചറിൽ തന്നെ നോക്കി അൽഷിമേഴ്സിനെ മായ്ച്ചു കളയാനായിട്ട്. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബ്രെയിനിലുള്ള കാര്യങ്ങൾ മായ്ച്ചു കളയണതാ. ആ അൽഷിമേഴ്സിനെ മായ്ച്ചു കളയാനായിട്ട് നല്ലതാണ് ന്യൂട്രിചാർജ് DHA 200. 40% നമുക്ക് അൽഷിമേഴ്സിനെ കുറച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നോക്കുക, 70% കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് വരണത് ഇതിൽ നിന്നാണെന്ന് പറഞ്ഞു. എന്താ? വൂമ്പിൽ, അമ്മയുടെ ഗർഭാത്രത്തിലാണ്. ബാക്കിയുള്ള 15% പറഞ്ഞത് 2 വയസ്സ് തുടങ്ങിയുള്ള പ്രായത്തിലാണ്. 2 വയസ്സ് വരെയുള്ള സമയത്താണ്. അത് നമ്മള് കുഞ്ഞിന് കൊടുക്കണത് എങ്ങനെയാ? പാലിൽ കൂടെ കൊടുക്കും. 2 വയസ്സ് വരെ അമ്മ 3 വയസ്സ് വരെയൊക്കെ കുട്ടികൾക്ക് പാല് കൊടുക്കാറുള്ളൂ. ഞാൻ എന്റെ കുട്ടികൾക്ക് 3 വയസ്സ് വരെ കൊടുത്തിട്ടുണ്ട്. കാരണം ന്യൂട്രിചാർജ് പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കുന്നുണ്ട്. മിൽക്ക് പ്രൊഡക്ഷൻ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നില്ല. ഒരു നാണക്കേടും എനിക്കിവിടെ പറയാനായിട്ട്. കാരണം അത് ഡെഫിഷ്യന്റ് ആയിരുന്നു. 2 കുട്ടികൾക്ക് ഞാൻ ഒരുമിച്ച് പാല് കൊടുത്തിട്ടുണ്ട്. കാരണം എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും തമ്മിൽ 2 വയസ്സിന്റെ ഗ്യാപ്പേ ഉള്ളൂ. 2 കുട്ടികൾക്ക് ഞാൻ പാല് കൊടുത്തിട്ടുണ്ട്. കാരണം പാലുള്ളപ്പോൾ എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണേ? അവർ കഴിച്ചോട്ടെ. അമ്മയുടെ പാല്, മുലപ്പാലിന്റെ പവർ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല.
അതും എസ്പെഷ്യലി ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും കഴിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കൊടുക്കുന്ന പാല് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് എന്റെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ പാലിൽ കൂടെ DHA കിട്ടുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള നീഡ് കുഞ്ഞുങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണെങ്കിൽ അത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് DHA ട്വിസ്റ്റ് എന്ന് പറയുന്ന ക്യാപ്സ്യൂളിൽ കൂടെ. 50 മില്ലിഗ്രാം DHA ഉണ്ട് നമ്മുടെ DHA ട്വിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പാക്കില്. അപ്പോൾ ന്യൂട്രിചാർജ് DHA 13 വയസ്സിന് മേലേക്കാണ് നമ്മൾ കൊടുക്കണേന്ന് പറഞ്ഞു. ഈ DHA ട്വിസ്റ്റ് എങ്ങനെയാ കൊടുക്കുക? അതിന്റെ ഇങ്ങനെ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു ക്യാപ്സ്യൂളിന്റെ അകത്ത് മുകളിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അതങ്ങ് പൊട്ടിക്കുക. അത് നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കുഞ്ഞിനെ മിക്സ് ചെയ്ത് കുറുക്കിൽ കൂടെ ആണെങ്കിലും അവർ കൊടുക്കുന്ന എന്ത് ഭക്ഷണമാണ് അതിനകത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. പിന്നെ ഇതിനൊരു സ്ട്രോബെറിയുടെ ടേസ്റ്റാ. എന്റെ ദൈവമേ, ഇത് പറയുമ്പോണ്ടല്ലോ എന്റെ കുഞ്ഞുങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ കിഡ്സും ട്വിസ്റ്റും, ഈ ട്വിസ്റ്റിന്റെ കവർ കളയാൻ അവർക്ക് ഇഷ്ടമല്ല. ഞാൻ ഒളിച്ചു മാറ്റി വെക്കും. അവർ പക്ഷെ അതെടുത്ത് കഴിക്കും, ഓടിച്ചിട്ടാലും കഴിക്കും. പിന്നെ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ജലാറ്റിൻ ക്യാപ്സ്യൂൾസ് അല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് അവർ വിഴുങ്ങി പോയാലും കുഴപ്പമൊന്നുമില്ല. അത് വയറ്റിൽ അല്ലു പോകും. കാരണം ഞാനിത് വെള്ളത്തിലിട്ട് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഇട്ട് നോക്കിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് കാര്യം ന്യൂട്രിചാർജ് പറയുമെങ്കിലും നമ്മളും കൂടി ഒന്ന് പരീക്ഷിക്കണ്ടേ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ ജലാറ്റിൻ ഇത് ഒരു പ്രാവശ്യം ഒരു ക്യാപ്സ്യൂൾ എടുത്ത് പൊട്ടിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഇങ്ങനെ അലിയിച്ചു നോക്കി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെജിറ്റേറിയൻ അല്ലേ, സാധനം ഇങ്ങനെ അലിഞ്ഞ് ഇങ്ങനെ ചെറുക്ക് നമുക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇതുപോലെ കംപ്ലീറ്റ്ലി അതിന്റെ പുറത്തുള്ള കോട്ടിങ് കംപ്ലീറ്റ് അലിഞ്ഞ് നമ്മുടെ കയ്യിലേക്കാവും. അതൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ട്രോബെറിയുടെയും വാനിലയുടെ ഒക്കെ ടേസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. സത്യമാണ്, എന്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും അത് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ കടിച്ചു തരും. അങ്ങനത്തെ കുട്ടികളെ രണ്ടുപേരും, കാരണം അവർക്ക് ഇഷ്ടമാണ് അതിന്റെ ടേസ്റ്റ്. അപ്പോൾ ബ്രെയിനിന്റെ ആ ഒരു പ്രോസസ്സ് ആക്ടിവേറ്റ് ചെയ്യണത് 2 വയസ്സിന് മേലേക്കാണ് അല്ലെ. അപ്പോ കാരണം അവര് നമുക്കറിയാം ഓടിത്തുടങ്ങും, കുസൃതികളായിരിക്കും. ആ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ നമുക്ക് തോന്നില്ല. ഇവരെ കുസൃതി കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ സമയം പോണ അറിയില്ല. കുഞ്ഞുങ്ങളൊരു എന്താ പറയാ, കുഞ്ഞുങ്ങളുടെ കൂടെ ഇടപഴകുന്നത് ഒരു പ്രത്യേക രസമാണ്. എനിക്ക് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ടാണ് എന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരുടെ കുരുത്തക്കേടൊക്കെ നോക്കും. ഇപ്പൊ ഞാനിങ്ങനെ മതിലൊന്ന് തിരിച്ച് ഒന്ന് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ മതിലിലും മുഴുവനും പടം വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കുഞ്ഞിനെ തടസ്സപ്പെടുത്താറില്ല. 2 അല്ലെങ്കിൽ 1 ലിറ്റർ പെയിന്റ് ഉണ്ടെങ്കിൽ ഈ മതിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. പക്ഷെ അവൻ വരയ്ക്കുന്ന അവന്റെ കഴിവിനെ, അല്ലെങ്കിൽ അവര് ചിലപ്പോ നാളെ എന്തായി മാറും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മതിൽ വൃത്തികേടാവും, മറ്റുള്ളവർ കാണില്ലേ എന്ന് വിചാരിച്ചിട്ട് കയ്യിലടി കൊടുത്ത് 1 വർഷമായ ഒരു വീട്ടിൽ കംപ്ലീറ്റ് വരച്ചിട്ടിരിക്കണ കാണുമ്പോൾ മറ്റുള്ള ആൾക്ക് ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം എന്റെ കുഞ്ഞിന്റെ കഴിവുകൾ അവർക്ക് വീട്ടിൽ പോയിട്ടേ വരക്കാൻ പറ്റുള്ളൂ, വേറൊരു വീട്ടിൽ പോയി വരക്കാൻ പറ്റില്ല. അവരുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണതെല്ലാം. വളർച്ചയുടെ ഘട്ടങ്ങളാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായത്തിലുള്ള കുട്ടികളെ, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടൊന്ന് സ്വിമ്മിങ് പഠിപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ കെട്ടുകൾ എവിടെയെങ്കിലുമൊക്കെ പണിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണെങ്കിൽ സ്വിമ്മിങ്ങിലും കൂടെ അത് കറക്റ്റ് ആവും. കാരണം തെറാപ്പി സെന്റേഴ്സിലെ ടീച്ചേഴ്സ് എസ്പെഷ്യലി പറയുന്ന ഒരു കാര്യം, സ്വിമ്മിങ് പഠിപ്പിക്കൂ. അവരുടെ ആ ഒരു എന്തെങ്കിലുമൊക്കെ, സംസാരിക്കാത്ത കുട്ടികൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടി ന്യൂട്രിചാർജ് DHA അതുപോലെ തന്നെ ന്യൂട്രിചാർജ് കിഡ്സും കൂടെ കൊടുക്കുകയാണെങ്കിൽ വണ്ടർഫുൾ റിസൾട്ട് ആയിരിക്കും. ഒരു മാറ്റവും വരാനായിട്ടില്ല. അപ്പൊ 2 വയസ്സിലെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ആക്ടിവേഷൻ തുടങ്ങും. അതുപോലെ തന്നെ DHA അവരുടെ ബ്രെയിനിന്റെ ആക്ടിവേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് 2 വയസ്സിന് മേലേക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കാം? 100 mg DHA ട്വിസ്റ്റ് കൊടുക്കുക. 100 mg എന്ന് പറയുമ്പോൾ 2 ക്യാപ്സ്യൂൾ കൈ കൊടുത്തിരിക്കണുണ്ടോ. അപ്പോ 2 DHA ട്വിസ്റ്റ് ഡെയിലി 2 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക്, 2 വയസ്സിൽ താഴേക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ 1 DHA ട്വിസ്റ്റ് കൊടുത്താൽ മതി. ഇനി 2 തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഞാൻ പറഞ്ഞതെന്നാണെങ്കിൽ 6 തുടങ്ങി 13, 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് 3 എണ്ണം കൊടുക്കാം കേട്ടോ. DHA ട്വിസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാ? ബ്രെയിൻ ഗ്രോത്തിന് വേണ്ടി, ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അവരുടെ ലേണിംഗ് എബിലിറ്റി കൂട്ടാനായിട്ട് ഒക്കെയാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുക. ഇനി ഇത് കുഞ്ഞിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ന്യൂട്രിചാർജ് കിഡ്സ് പ്ലസ് ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് നമ്മൾക്ക് കൊടുക്കാം. ആ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അവന്റെ ശരീരത്തിലേക്ക് വേണ്ടുന്ന പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, ഫൈബർ കൃത്യമായിട്ട് കൊടുത്ത് ഒരു ഹെൽത്തി ആയിട്ട് ക്ലാസ്സിൽ ആബ്സെന്റ് ആവാത്ത, കൃത്യമായിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കുന്ന, കണ്ട് പഠിക്കുന്ന ഒരു കുഞ്ഞായിട്ട് അവനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അവളെ കൺവേർട്ട് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾക്ക് എന്ത് കൊടുക്കാം? ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് പ്ലസ് ന്യൂട്രിചാർജ് കിഡ്സ്. അല്ലെങ്കിൽ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് ന്യൂട്രിചാർജ് DHA 200. ഗർഭിണികൾക്ക് മാത്രമല്ല, നമ്മൾക്കൊക്കെ കഴിക്കാം. നമ്മൾ ARCക്കാരൊക്കെ എസ്പെഷ്യലി മൾട്ടി ടാസ്കേഴ്സ് ആണ്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അപ്പോ
പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ബ്രെയിനിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി എന്തും കൂടെ കൊടുക്കാം, ഓരോ DHA-200 കൂടെ നമ്മൾക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ രാജ്യം, നമുക്ക് ഇന്ത്യയുടെ ഈ ഒരു ഫ്ലാഗ് കാണുമ്പോൾ, നാഷണൽ ആന്തം കേൾക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട്. ആ ഒരു അഭിമാനം നമ്മളുടെ നാടിനെ ശ്രേഷ്ഠമാക്കി നല്ല ബ്രെയിൻ ഇന്റലിജന്റ് ആയിട്ടുള്ള കുഞ്ഞു മക്കളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുത്തുകൊണ്ട് നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ഇന്ത്യനെ നമ്മൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ന്യൂട്രിചാർജ് കിഡ്സ്, ന്യൂട്രിചാർജ് DHA-200, ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ്, ഇത് മൂന്നും ചെയ്യുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയാ മെസ്സേജ് നിസ്സാരമല്ല. ഇതെത്തിക്കാനായിട്ടുള്ള സോഴ്സുകൾ നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു നന്മ എന്താണോ അതിനെ മാക്സിമം നമ്മളുടെ ചുറ്റുവട്ടമുള്ള ആളുകളിലേക്ക് കൊടുക്കുക. നമ്മളുടെ അറിവ് ഒട്ടും നിസ്സാരമല്ല. കാരണം ഒരു ന്യൂട്രിചാർജ് DHA കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് നോക്കൂ, എന്തോരം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ്. ഇന്ന് കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ്, 2 വയസ്സ് തുടങ്ങി കുട്ടികളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുമ്പോൾ പാരന്റ്സ് അറിയുന്നില്ല ഈ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എത്രത്തോളം അത് ബാധിക്കുന്നുണ്ടെന്നുള്ളത്. മാനസികമായിട്ട് ഒരുപാട് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന, നമ്മളുടെ സമൂഹത്തിലെ പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഗിഫ്റ്റ് ആണ് ന്യൂട്രിചാർജ് കിഡ്സ്, ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റും. നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോ, പണ്ട് ഇത്രയും ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഉണ്ടായിരുന്നില്ല, പണ്ട് ഇത്രയും തെറാപ്പി ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നില്ല. ചെന്നൊന്ന് കാണൂ, അവരെ ഒന്ന് മീറ്റ് ചെയ്യൂ. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട് മനസ്സ് നിറഞ്ഞൊരു കാര്യമാണ്. ഒരു ചെറിയ മാറ്റം പോലും, ഒരു കുഞ്ഞിൽ വരുന്ന ചെറിയ മാറ്റം പോലും ആ പാരന്റ്സിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം, അതില് പ്രൈസ് ഇല്ല. അതിന് ഒരു നിമിത്തമായിട്ട് മാറാനായിട്ട് നമ്മൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തില് ഇതിനപ്പുറം വേറൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോ ന്യൂട്രിചാർജ് കിഡ്സ്, ന്യൂട്രിചാർജ്, ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ന്യൂട്രിചാർജ് കിഡ്സ് ചോക്ലേറ്റ് കൊടുക്കുന്നതിന് പകരം ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോ കൊടുക്കാനായിട്ട് നോക്കുക. പാല് കൊടുക്കുന്നതിന് പകരം തേങ്ങാപ്പാലിൽ കൊടുക്കാനായിട്ട് നോക്കുക. അവർക്ക് മധുരം ഇട്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല. അത് എസ്പെഷ്യലി ഒന്ന് നോട്ട് ചെയ്ത് പറയണം എന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും കൂടെ ഞാൻ നോട്ട് ചെയ്തതേ ഉള്ളൂ, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങള്, നമ്മളുടെ ചുറ്റുവട്ടമുള്ള മക്കളൊക്കെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഈ സമൂഹത്തില് അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയാ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഇന്ത്യനെ ലോകത്തിലെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുക്കട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം നമ്മളായിട്ട് ഏറ്റെടുക്കാൻ ന്യൂട്രിചാർജ് കിഡ്സും DHAയും എല്ലാവർക്കും കൊടുക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. വിജയാശംസകൾ നേരുകയാണ്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു അവസരം തന്ന ഡോക്ടർ രാജൻ സാറിന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി പറയണം. ഒപ്പം എന്റെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനും, എന്നെ കേട്ടിരുന്ന നിങ്ങളോട് താങ്ക് യു സോ മച്ച്. ARCM, മേരാ ചാർജ്, ന്യൂട്രിചാർജ്. താങ്ക് യു.